കോഴിക്കോട് താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടത്തിന്റെ ബീമിന്റെ പാളി അടർന്നു വീണ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർന്ന പശ്ചാത്തലത്തിൽ അടിയന്തര ഇടപെടൽ നടത്തി പഞ്ചായത്ത് ഭരണസമിതി. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി 10 ലക്ഷം രൂപ മാറ്റിവെച്ചതായി പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ഞായറാഴ്ച രാവിലെയാണ് കോഴിക്കോട് താമരശ്ശേരി ഷോപ്പിംഗ് സെന്ററിന്റെ കംഫർട്ട് സ്റ്റേഷനോട് ചേർന്ന ഭാഗത്തിന്റെ ഭീം അടർന്നു വീണത്. കെട്ടിടത്തിന്റെ ഭീമിൽ പല ഭാഗത്തും പ്രധാനപ്പെട്ട ഒരു തൂണിന്റെ അടിഭാഗത്തും വിള്ളൽ രൂപപ്പെട്ടതായി, സീലിംഗ് പല ഭാഗത്തും അടർന്നതായും പാരപ്പറ്റ് പൂർണ്ണമായും തകർന്നതായും പരിശോധനയിൽ കണ്ടെത്തി. പഞ്ചായത്ത് അധികൃതർ എഞ്ചിനീയറിംഗ് വിഭാഗത്തോട് അടിയന്തര റിപ്പോർട്ട് തേടി. ബിൽഡിങ്ങിന്റെ ഒരു ഭാഗം തകർന്നു വീണ സംഭവവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും സന്ദർശിക്കുകയും അത് വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി എഞ്ചിനീയറിംഗ് വിഭാഗത്തിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അടിയന്തരമായി ആ പ്രശ്നം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അടങ്ങുന്ന സംഘം സ്ഥലം സന്ദർശിച്ചു. കെട്ടിടത്തിന്റെ ഭീം തകർന്നു വീഴുമ്പോൾ ബസ് കാത്തു നിൽക്കുകയായിരുന്ന യാത്രക്കാരൻ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. അവധി ദിനമായതിനാൽ അപകടം നടക്കുമ്പോൾ ആളുകൾ ഈ ഭാഗത്ത് കുറവായിരുന്നു. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി സമയബന്ധിതമായി നടപ്പിലാക്കാത്തതിനാൽ നാട്ടുകാർക്കിടയിൽ പ്രതിഷേധം ശക്തമാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.